എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. നമുക്ക് വളരെ സങ്കടകരമായൊരു അവസ്ഥയിൽ കൂടി കടന്ന് പോകുന്നൊരു അവസ്ഥയാണ്. ഇത്തിരി 2-3-4 ദിവസമായി ഇവിടെ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം ഉള്ള ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോകളൊന്നും ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വളരെ നമ്മളുടെ മനസ്സ് നല്ലതായാലാണ് നമ്മൾക്ക് വീഡിയോയിൽ വരുമ്പോൾ ഒരു പ്രസരിപ്പ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ആവാത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കാറില്ല. അത് കാണുകയും ചെയ്യാം. ആ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ അത് കമൻറ്റ് ബോക്സിലുണ്ടാവും. അമ്മ ഭയങ്കര വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഹെലികോപ്റ്റർ കൊണ്ടിട്ടാണ് വയനാട്ടിലേക്ക് അങ്ങനെ ആവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ വീഡിയോകൾ കഴിയുന്നത് ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് റിപ്പോർട്ടർ ചാനലും 24 ചാനലും തന്നെയാണ് ഞാൻ കാണാറ്. എൻ്റെ മോള് പറയും എപ്പോഴും അത് കണ്ട് അമ്മയ്ക്ക് ടെൻഷൻ കൂടുള്ളൂ, എന്നാലും അമ്മ തന്നെ കാണുമെന്ന് പറഞ്ഞ് അത് നിർത്തമ്മ എന്നൊക്കെ പറയും. ടി വി ഒക്കെ വെക്കുകയാണെങ്കിൽ ഫോണിലായാലും കടയിൽ ജോലി ചെയ്യായാലും ഇടയ്ക്ക് വന്നൊന്ന് നോക്കും എന്തായി എന്ന് നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മരണസംഖ്യയുടെ എണ്ണം ഒരു 75 കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും കൂടി ഇങ്ങനെ വരികയല്ലേ. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മരണസംഖ്യ ഇത്രയും വലിയതായി എന്നുള്ള കാര്യം ഞാൻ അറിയണത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ദുരിതങ്ങളും അയ്യോ എന്തെന്നാ പറയുക, ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരെക്കാട്ടിലും ദുഃഖം. മരിച്ചവർ പിന്നെ ഒന്നും അറിയാണ്ട് അങ്ങ് മരിച്ചു പോയി എന്ന് വിചാരിക്കാം. ജീവിച്ചിരിക്കുന്നവർ ഇനി എന്ത് എന്നുള്ളത്, എൻ്റെ ഉറ്റവരും ഉടയവരും ഒക്കെ പോയി ഞാൻ ഒറ്റയ്ക്ക് ആയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകൾ. അതൊന്നും അവരുടെ ദുഃഖത്തിനൊന്നും പറ്റി പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ അതവിടെ നിൽക്കട്ടെ. വയനാടിൻ്റെ വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിലും നമ്മൾക്ക് മണലിപ്പുഴയുടെ തീരങ്ങളിൽ കുറമാലിപ്പുഴയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവരും വളരെ ദുരിതത്തിലാണ്. അവരും നമ്മുടെ മുന്നിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വീടുകളിലൊക്കെ മരണസംഖ്യകളൊന്നും ഉണ്ടായില്ലെങ്കിലും വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി ചെളിയും ഇതൊക്കെ ആയിട്ട് നമ്മൾക്ക് നേരിട്ട ഒരു ദുരന്തം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മുടെ കടയിലുള്ള അർപ്പായയുടെ ഭാര്യ മരിച്ചത്. ബേബി മരിച്ചപ്പോൾ വീട്ടിലേക്ക് വരെ അർപ്പായണ്ട് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. അവിടെ വെള്ളം പൊന്തി നിൽക്കായിരുന്നു. നമ്മുടെ കടയുടെ KMBയുടെ നേരെ ബാക്കിൽ ഒരു പാടാണ്. കുറച്ചങ്ങോട്ട് പോയി ആ അവസ്ഥയായിട്ടാണ് അർപ്പായയുടെ വീട്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് ബേബീനെ വെക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു ദുഃഖകരമായ അവിടെ കുറേ ആൾക്കാരുടെ വീടുകളിലേക്ക് വെള്ളം കയറി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളുടെ KMBയുടെ നേരെ മുന്നിലുള്ള ദീപ്തി സ്കൂളിൽ ഒരു അഭയാർത്ഥി കേന്ദ്രം പോലെ അതവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കൺമുന്നിൽ കൂടി കുറേ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മൾക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്നത് നമ്മളുടെ മുന്നിൽ കൂടി കുറേ ആളുകൾ അതേപോലെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ നമ്മൾക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ദീപ്തി സ്കൂളിൽ വന്ന് നോക്കിയാൽ കാണാം ഒരുപാട് ആളുകൾ മണലിയുടെ തീരങ്ങളിലൊക്കെ ബീച്ച് ഡാം തുറന്നല്ലോ. അപ്പം മുഴുവനും വെള്ളം കയറി ഒക്കെ എല്ലാവരും അവിടെയാണ്. കുറേ ആൾക്കാർ അവരുടെ പട്ടികളെയും പൂച്ചകളെയും കോഴികളെയും ഒക്കെ കൊണ്ടുവന്ന് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഈ സന്നദ്ധ സംഘടനകളിലത്തെ ആളുകളില്ലേ, അവർ വന്ന് നമ്മുടെ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. അത് ഒരു ദിവസമൊക്കെ ആ പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടുപോയുള്ളൂ. പിന്നെ ഫുഡ് വെച്ച് കൊടുക്കാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കൊണ്ടുവന്ന് കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഒരു ദിവസം മാത്രമാണ് അവർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്ന് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയത്. പിന്നെയുള്ളത് എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല. അപ്പോൾ ഫുഡ് വെച്ച് കൊടുക്കാതിരിക്കുള്ളൂ. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് നമ്മൾ കൊണ്ടു കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ വെച്ചോളും, നമ്മൾ കൊണ്ടു കൊടുത്താൽ മതിയെന്ന്. പിന്നെ വന്നിട്ടില്ല അവർ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പോൾ ആൾക്കാർ അറിയണമെന്നോ അറിയിക്കണമെന്നോ നമുക്ക് ആർക്കും ചിലപ്പോൾ താല്പര്യമില്ലാത്തവരായിരിക്കും മിക്കതും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോകൾ ഇടാണ്ട് ശരിയാവില്ലല്ലോ. ചാനലിങ്ങനെ കുറച്ചായാലും പോകുന്നത് അമ്മയെ പോലെയുള്ളവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്. പിന്നെ ഒരു മനസ്സിനൊരു സ്വസ്ഥത. ആ ഒരു പണിയിലേക്ക് പോകുമ്പോൾ എനിക്ക് സ്വസ്ഥതയാണ് കേട്ടോ കുറേയൊക്കെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KMBയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ആ ജീവിതവുമായി അങ്ങോട്ട് പൊരുത്തപ്പെട്ട് കുറേയൊക്കെ അങ്ങനെ പോവും. ഇടയ്ക്കിടയ്ക്കുള്ള ചില സമയങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കാൻ പോലും നമ്മൾക്ക് വേറൊരു ഇതിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കാൻ ഇത്തിരി കുറവാകും. അപ്പോൾ
ഓർക്കുന്ന നേരത്താണ് നമ്മൾ ഈ മൊബൈൽ എടുത്ത് നോക്കുക എന്തായി അവിടുത്തെ കാര്യം എന്നുള്ളത് നോക്കുക. എപ്പോഴും നോക്കിയിരിക്കാൻ ഉള്ള ഒരു ഇതില്ല. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലാണ് ആ ഒരു പണിയിലേക്ക് ഞാൻ പോണു കുറച്ച് ദിവസങ്ങളായിട്ട്. അതിന് മുന്നേ നമ്മുടെ അർജുൻ്റെ വിഷയം ആടുന്നല്ലോ. അർജുൻ്റെ വിഷയത്തിൽ 14 ദിവസമാണ് അവർ ഒരുപാട് പെടാപ്പാടുകൾ പെടുമ്പോഴും അവർ തിരയുമ്പോഴും നമ്മൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ കൊത്തൊഴുക്കിൽ അവർ തിരയാന്ന് പറഞ്ഞാലും അതും ജീവനുള്ള മനുഷ്യരല്ലേ, അവരുടെ കാര്യങ്ങളും നമ്മൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയിരിക്കുക. അവരെങ്ങനെ ഈ കുത്തൊഴുക്കിൽ ചെയ്യും എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് ഇതിൽ കൂടി ഇന്നത്തെ വീഡിയോ നമ്മുടെ പോകുന്നത് ഈ വീട്ടുവിശേഷമൊക്കെ തന്നെയാണ്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ കടയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കൊച്ചു കാര്യങ്ങൾ. അപ്പം നമ്മുടെ പരിസരങ്ങളൊക്കെ ഈ മഴ മാറിയിട്ടൊന്നുമില്ല, ഇപ്പോഴും മഴ തന്നെയാണ്. എന്നാലും പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആയിരിക്കും നമുക്കൊന്ന് പോവാം കേട്ടോ. മണലി കേട്ടോ, മണലി. മണലിയുടെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡില്ലേ, അതാണ് കേട്ടത്. ആ വീട് കണ്ട, വീടിൻ്റെ പകുതിയോളം അങ്ങോട്ട് കയറി വെള്ളം. ഒരടക്കാരവിടെ കിടന്ന് ആടുന്ന കണ്ടില്ലേ, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തിയാന്ന് തോന്നുന്നു കിടന്ന് ആടുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ കുറുമാലി നിറഞ്ഞൊഴുകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതിൽ. ഞാൻ ഫോട്ടോ എടുത്തതാണ്. അതിൽ പോയപ്പോൾ നമ്മൾക്ക് പോകുമ്പോഴായാലും നമ്മൾ അമ്പലൂർ കൂടി ഒന്നും നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായില്ലേ. കയമ്പിരിക്കുന്നത് പുതുക്കാട് കൂടി ചുറ്റി വളഞ്ഞു വന്ന് ഹൈവേ കൂടെ കയറിയിട്ട് പാലിയേക്കര ടോളിൻ്റെ അവസ്ഥയും, ടോളല്ല അടിപ്പാലുണ്ട്, അവിടെയും ആമ്പല്ലൂരും നിറയെ വെള്ളമായിരുന്നു. ഒന്നും പറ്റുണ്ടായില്ല. ബസ്സുകളൊക്കെ മുടക്കായിരുന്നു. അപ്പം അച്ഛൻ കടയിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറേ ആൾക്കാരൊക്കെ ലീവായിരുന്നു, അവർക്കൊന്നും വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലെ ചുറ്റി വളഞ്ഞിട്ടാണ് കൊണ്ടുവന്നാക്കി തന്നിരുന്നത്. അപ്പോൾ ഞാൻ പോവും വഴിക്ക് മണലി പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോവുക. അപ്പോൾ ഞാൻ അത് കുറച്ച് ഒരു ലേശം നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്ക് ഇതിൽ മുകളിൽ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വരില്ല. അതിൻ്റെ ഔട്ടാ അത്രയും ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വരുള്ളൂ. ഞാൻ ആദ്യം പിടിച്ചു വെച്ച വീഡിയോകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 1-2 എണ്ണമൊക്കെ ഞാൻ മുന്നേ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്തിരി വൈകിയാണ് വരാന്നാണ് പറയണത്. നിങ്ങൾ വിചാരിക്കും ആ അമ്മ ഇപ്പോൾ പറയണത് എന്നിട്ട് ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് 15 ദിവസമായല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അത് വൈകി വരുന്നതാണ്. ആ സമയം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ ചോറും കറികളും മോളിതേ അടിയടപ്പത്തിട്ടിട്ടുണ്ട്. മോളിതേ ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ മോള് ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ വീട് പണിയുടെ കാര്യം ഒന്ന് നിങ്ങളെ സൂചിപ്പിക്കാം. കുറച്ച് നാളും കൂടി എൻ്റെ മുക്കളോട് ഉള്ളോ, അത് കഴിഞ്ഞ ഒരു പോവും. അത് വലിയ ഇന്നലെയും കൂടി എൻ്റെ മോളോട് ഞാൻ ചോദിച്ചുണ്ടി മോളോട് വീട് പണി കഴിയാറായി എന്നുള്ള സന്തോഷത്തിലാണ് പറയാ. നല്ല സന്തോഷം അല്ലേ വീട് പണി കഴിഞ്ഞ് പോകുമ്പോൾ അമ്മമ്മേനെയും പപ്പേനെയും ഇവിടെ തനിച്ചാക്കിയിട്ട്. അപ്പോൾ പറയാടാ ആള് മമ്മി പപ്പ അങ്ങടല്ലേ വരുന്നേ, കുറച്ചേ നാളെ അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി, അപ്പോഴേക്കും ടെൻഷനൊക്കെ മമ്മേനെയും പപ്പേനും മാറുന്നു. അപ്പൊ അങ്ങനെയാണ് ആള് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ മമ്മയും പപ്പയും അവിടെ നിൽക്കുന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നൊന്നും കാര്യങ്ങൾ അറിയില്ല. വല്ലപ്പോഴും തന്നെ പോയി നിൽക്കാം. ഒരു കെടുക്കാനിൽ സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അവിടേക്ക് അധികം പോവാറില്ല. സൗകര്യം ഉണ്ടായിരുന്നില്ല, അതാണ് കാര്യം. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കെടുക്കാൻ പറ്റും. അപ്പോൾ പോയി നിൽക്കാം. കുട്ടി അതന്നെ വിചാരിച്ചിരിക്കുന്നത്. മമ്മിയും പപ്പയും ചിറ്റിയും എല്ലാവരും അവിടെ വന്ന് നിൽക്കുനി കുറച്ച് ഓരോ ദിവസമൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതൊക്കെ മുറ പോലെ എന്താണ് ആ സമയത്ത് നടക്കാൻ പറ്റണത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ. അപ്പോൾ ഈ പപ്പ നല്ല ടെൻഷനിലായിരിക്കും. പപ്പയ്ക്ക് മക്കളുള്ള കാരണം നല്ല സന്തോഷമായിരുന്നു കുറേ നാളുകളായിട്ട്. ഇന്ന് ജോലിക്ക് പോയിരിക്കുക കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കാരണം കുറേ ദിവസം ആൾ ലീവിലൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ഞായറാഴ്ച ആയാലും ആൾക്ക് ഇന്ന് ഒരു തറക്കെട്ടാണ് ഒരു വീട് പണിയുടെ ആളുടെ തന്നെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ തറക്കെട്ടാണ്. അപ്പം അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ ഇന്ന് പപ്പയില്ല. പപ്പ എന്ന് പറഞ്ഞാൽ ഉണ്ണിമോള് പപ്പ എന്നാണ് വിളിക്കുക, പപ്പ മമ്മ എന്നാണ് വിളിക്കുക ഞങ്ങളെ. അതാണ് അങ്ങനെ പറയുന്നത് കേട്ടാ. അപ്പോൾ അച്ഛൻ ഇന്ന് അച്ഛൻ തന്നെ വിളിക്കുക. അപ്പം അച്ഛൻ ഇന്ന് പണിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക്. അപ്പോൾ ചോറൊക്കെ മോള് ഇവിടെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്തിരിക്കോ അരിയാണ് ഇത്. എന്നിട്ട് മറ്റേ മീനും വെക്കുന്നുണ്ട് നമ്മൾ. പിന്നെ എന്തിട്ടാ മീനൊക്കെ എന്തിട്ടതേ മോള് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പൂമീനാണ് കേട്ടാ, നല്ല പൂമീൻ.
അപ്പോൾ അത് ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ പോർക്ക് മുറിക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. നമ്മളുടെ മെയിനായിട്ട് ഒന്ന് ചെടികളുടെ ഇടയിലേക്ക് ഒന്ന് കടക്കാമെന്ന് വിചാരിച്ചിട്ടാ. ആകെ ഈ വർഷക്കാലമായെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ നശിച്ച കാര്യമൊന്നും ഞാൻ പറയില്ല. അതൊന്നും പറയാൻ പറ്റിയ ഒരു ഇതിലല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ സിമ്പിൾ കാര്യങ്ങളല്ല. എന്നാലും നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, പരിസരം ഒന്ന് വിടുപ്പാക്കുക, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചോറ് നമുക്ക് എനിക്ക് ഇറക്കി വയ്ക്കാമല്ലോ മോനെ. അപ്പോൾ വീട് പണീനെ പറ്റി പറയാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീയുടെ വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. വീട് വാതിൽ വെച്ചിട്ടില്ല കേട്ടോ. നമ്മള് കട്ട്ള വെപ്പ് ഏറ്റവും അവസാനം അല്ലേ മോനെ? കട്ട്ള വെപ്പ് ആദ്യമല്ലേ പണ്ട്. ഇപ്പൊ കട്ട്ള വെപ്പ് അവസാനത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങി. ഇനി ചിങ്ങമാസത്തിലങ്ങോട്ട് കയറാന്നല്ലേ മോനെ വിചാരിച്ചു വെക്കണ്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അമ്മേനെ കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും വലിയ തിരക്ക് നമുക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കുറെ ഇപ്പൊ എത്ര നാളായിന്റെ ഉണ്ണി? 6 മാസമായിന്റെ ആവില്ലേ വന്നിട്ട്? 6 മാസമായിട്ടുണ്ട് വന്നിട്ട്. 6 മാസം എനിക്ക് തോന്നുന്നൊരു 2-3 ആഴ്ച പോലെയായിട്ടാ എനിക്ക് തോന്നുന്നുള്ളൂ. അത് കാരണം കുറെ ടെൻഷൻസുകൾ കുറവാണെന്നു. പിന്നെ ഈ വീട് പണിയുടെ കുറച്ച് ടെൻഷനൊക്കെ. പിന്നെ എനിക്ക് എൻ്റെ മക്കള് പറയുമ്പോൾ എപ്പോഴും ടെൻഷനുള്ള ഒരാളാണ്. പിന്നെ അതുണ്ട് കുറച്ച് പൈസയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. എന്നാലും ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇതുവരെ കഴിഞ്ഞു പോയൊരു വീടാണ് കേട്ടോ ആ വീട്. അതിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. അല്ല അങ്ങനെ ഒരു വീട് പണിയുമ്പോൾ അതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്, സന്തോഷം ഉണ്ടാവുക വീട്ടിൽ എന്നുള്ളത്. അതിന് വേണ്ടി എൻ്റെ സുജിമോള് നല്ല ഹാപ്പിയാണ്, സിജിമോൾ നല്ല ഹാപ്പിയാണ്, ഉണ്ണിമോൾ അതിലും ഹാപ്പിയാണ്, ഞങ്ങൾ അതിലും ഹാപ്പിയാണ്, ഭാഗ്യനായാലും എല്ലാവരായാലും നല്ല ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഇനി എന്നിട്ടുണ്ണിയെ വീട് പണിയിലെ കട്ട്ള വെപ്പ് അല്ല വാതിൽ വെക്കൽ എനിക്ക് പിന്നെ കബോർഡിൻ്റെ കുറച്ച് വളരെ ഇത്തിരി ടൈറ്റായി തുടങ്ങി. അപ്പോൾ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഒന്ന് ഒപ്പിക്കണം. ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. എല്ലാം നിങ്ങളോട് പറയും, എല്ലാം കാണിച്ചു തരും. അപ്പോൾ അവിടേക്ക് പോയിട്ടില്ല. അതാണ് ഞാൻ മാളു ഇപ്പോൾ 2 ദിവസം മുന്നേ നിങ്ങൾക്ക് ഈ അടുത്തന്നെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാളുവിൻ്റെ വീഡിയോ. മാളു അവിടെ പോയിട്ട് നമ്മൾ വാതിൽ വെപ്പിൻ്റെ അതിനാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ വരുമ്പോഴേക്കും അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കബോർഡിൻ്റെ പിന്നെ റൂമുകളുടെ വാതിലുകളൊക്കെ അതൊക്കെ റെഡിമെയ്ഡാണ് നമ്മൾ വെക്കുന്നത്. അത് ഒക്കെ വരും. അതൊക്കെ അതിനൊക്കെ കട്ടിലൊക്കെ വെച്ച് നിർത്തിയിട്ട് വാതിലുകൾ പുറത്താവുന്നുണ്ട്. പിന്നെ പിന്നെ കട്ടിലുകൾ ഉണ്ടാക്കണം. ഒക്കെ അവരുടെ നശായതാർന്നേ, ഒക്കെ പഴയതായിരുന്നു. ഞാൻ കല്യാണം കഴിയുമ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു കട്ടില് വലിയ കുഴപ്പമില്ല അല്ലേ മോനെ? അതുണ്ടോരണം, അത് വലിയ കുഴപ്പമില്ല. പിന്നെ ഒക്കെ ഇതാ. അപ്പം ഓരോ റൂമിലേക്ക് 2-3 റൂമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഓരോ കട്ടിലുകൾ പണിയണം. പിന്നെ കിടക്കൊക്കെ മോള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മാളു ആണ് കേട്ടോ കൂടുതലും ഇതിൽ വീട് പണി എന്നുള്ള കാര്യത്തിൽ കൂടുതലും ഇതെടുത്തിട്ടുള്ള ആൾ മാളുവാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പാത്രങ്ങൾ, തേങ്ങ, മാങ്ങ, ഗ്യാസ്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ മാളുവിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാം ഒരുമിച്ചൊക്കെ നമ്മൾ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും അതിൻ്റെ അവസാന ഘട്ടത്തിൽ. അപ്പോൾ ഇനി എന്തിട്ട് മോനെ ചോറ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചു. ഇനി പുട്ടല്ല ഉണ്ടാക്കണ തേങ്ങ ചേർത്ത്. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്ന പഴം പൂർണ്ണ വേഗം കഴിയും. അപ്പോൾ മോള് പുട്ടുണ്ടാക്കാൻ പോവാട്ടാ. ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നും വെച്ച് വെള്ളം വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എപ്പോഴേക്കേ സുജിമോനെ പുട്ടും മീൻ കറിയാണ് ഒത്തിരി ഇഷ്ടം. അപ്പോൾ അതങ്ങോട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കത് കൊടുക്കാമല്ലോ. മറ്റേതേ വലിയ നീളത്തിൽ എഞ്ഞു വെച്ചൊക്കെ ഇറച്ചിരിക്കാള്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയാണ് ചെയ്തത്. നമ്മൾ മീൻ കറിയിൽ വെളുത്തുള്ളി ചേർക്കൽ കുറവാട്ടാ. ഇപ്പോൾ വറ്റിക്കുന്നതിൽ ഞാൻ ചിലപ്പോൾ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. എല്ലാവരും പറഞ്ഞ് വെളുത്തുള്ളി നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് തുടങ്ങിയത്. പക്ഷെ എനിക്കിഷ്ടമാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. പക്ഷെ ഇവിടെ വറ്റിക്കുന്നതിൽ മീൻ കറിയിലായാലും വെളുത്തുള്ളി നമ്മൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ വറ്റിക്കുന്നതിൽ കുറച്ച് ഉപയോഗിച്ച് തുടങ്ങി. ചിലവർ പറയാൻ മീൻ കറിയിൽ മീൻ കഷ്ണം ആദ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകുന്നൊക്കെ. പക്ഷെ എനിക്ക് മീൻ കഷ്ണം ആദ്യം തന്നെ ഇടുന്നതാട്ടാ. എനിക്ക് അതിൽ ഉപ്പും പുളിയും മുളകൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ ആദ്യം തൊട്ട് അങ്ങനെയാണ് ചെയ്തു വരുന്നതേ. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. അതിന് ഉടഞ്ഞൊന്നും അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അതേ ഉപ്പും ഇതൊക്കെ പിടിക്കായിക തോന്നും. ഇനിയൊന്ന് നമ്മൾ മയക്കെടുത്തതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിക്കാറ്. ഇതൊക്കെ നമ്മുടെ അമ്മ കാണിച്ചു തന്നിട്ടുള്ള ആ രീതിയാണ്. അതെൻ്റെ മക്കളും ഞാൻ കാണിക്കുമ്പോൾ അതും അവർ അങ്ങനെ ചെയ്യും.
ചിലർ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചേർക്കും. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചേർക്കണമെന്നാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തിളച്ച് വരുമ്പോഴേക്കും തേങ്ങ അരച്ചു കൊടുന്ന് ചേർക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇവിടെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മണം വെട്ടായിരുന്നു അമ്മയൊക്കെ. കുറച്ച് നമ്മളത് മാറ്റി വെച്ചാലേ നാളേക്കും കൂടി മാങ്ങിയിട്ടില്ല കേട്ടാ. കുടപ്പുളിയാ മാങ്ങി എന്തെങ്കിലും ഇടണം. മാങ്ങയും കൂടി മയക്കാറുണ്ട് നമ്മൾ ശരിക്കും പറയുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. ഞാൻ മറക്കിപ്പോൾ ഒരു രക്ഷയില്ലാട്ടാ അത് നോക്കിയിട്ട്. എൻ്റെ ഓർമ്മക്കുറവ് പലതും സംഭവിക്കാറുണ്ട്. രണ്ടാമതും നിങ്ങളോട് ഞാൻ പറയാറില്ലേ എൻ്റെ ഓർമ്മക്കുറവാണ്. ഇപ്പം മാങ്ങച്ചേട്ടനെ ഞാൻ കരി കൊടുക്കുന്നുണ്ട്, അല്ല അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാ അമ്മേ മാങ്ങിയിടാണ്ടാണോ മീൻകറി വെക്കണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ മീൻകറി ഇവിടെ തിളക്കിട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ പോർക്ക് ഞാൻ അവര് നുറുക്കി തന്നേ. എനിക്ക് നേരില്ലാത്ത കാരണം അവര് നുറുക്കി തന്ന കാരണം കണ്ട സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ചതുരനായിട്ട് നുറുക്കി തന്നിരിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിയുക ചെയ്യുക. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് മാത്രം വേവിക്കുന്നുള്ളൂ. പിന്നെയൊക്കെ നമുക്ക് ചീഞ്ചട്ടിയിലിട്ട് ശരിയാക്കാം. പിന്നെ നെയ്യൊക്കെ അങ്ങോട്ട് ഊറ്റി കളഞ്ഞിട്ടേ എടുക്കാനാ. അപ്പോൾ നമ്മൾ ഇറച്ചിയുടെ ഇതടിക്കില്ല. അപ്പോൾ അതിൽ കുറച്ചൊരു എരിവിൻ്റെ ഒരു ഇത്, പിന്നെ ഒരു ഭംഗിക്കും കൂടി വേണ്ടി ഉള്ളി അങ്ങോട്ട് മൂക്കുമ്പോൾ നമുക്ക് തുണ്ട് മുളക് പൊടിയിട്ട് കൊടുക്കാം. കരിയാണ്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേ ഉണ്ണിമോൾക്ക് കുറച്ച് അച്ചാറ്, ആൾക്ക് അച്ചാറത്തിരി പ്രിയമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഒരു തുണ്ട് എണ്ണയും ഒരു തുണ്ട് കടുകെണ്ണ ഉണ്ട് നമ്മുടെ അവിടെ. കടുകെണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതിയിട്ട് അതുകൂടി ഉള്ള കാരണം ഞാൻ ഒഴിക്കുന്നതാ. കടുക് പൊട്ടിച്ച് അച്ചാർ വേണമെന്നാണ് പറയുന്നു. കടുകിട്ട് അച്ചാർ ഉണ്ടാക്കിക്കോളാം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടുകിട്ട് അച്ചാറാണ് ഇട്ടെന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് മുളക് പൊടിയും കുറച്ച് അച്ചാർ പൊടിയും ചോപ്പ കളറിന് ഇത്തിരി കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല ചുമന്നിരുന്നോട്ടെ. അതായില്ല അത് നിർത്തിക്കോ. കുറച്ച് മഞ്ഞപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടില്ല കേട്ടോ ഈ അച്ചാറിൽ. കടയിൽ വെച്ച് വന്നിട്ട് ഉപ്പ് കല്ലുപ്പില്ല കേട്ടോ. ഞാൻ എന്നിട്ട് മേടിക്കണം. അല്ലെങ്കിൽ കല്ലും ചൊറുക്കിയാട്ടോ. അതാണ് ഈ കളറ്. കള്ളിൽ നിന്നുണ്ടാക്കുന്ന ചൊറുക്ക. ഇതിൻ്റെ പേര് ആറാട് കോക്കനട്ട് വിനാഗിരി. കാലങ്ങളോളം ഇരിക്കുന്ന അച്ചാറൊന്നല്ല കേട്ടോ. ഒരാഴ്ചയൊക്കെ ഇരിക്കും. വെള്ളം ചേർക്കുന്നുണ്ട് നമ്മളേ. അതാണ് അങ്ങനെ ഇരിക്കില്ല എന്ന് പറഞ്ഞത്. ഒത്തിരി അധികം ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ മാങ്ങയിരിക്കുള്ള ഉപ്പും കൂടി നമ്മൾ കാണണ്ട. അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായപ്പൊടി അല്ല കായംപൊടി. അപ്പോൾ നന്നായി കുറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങേനെ സുജമോനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തൊലിയോട് കൂടിയാണ് കേട്ടോ. ചെത്ത് മാങ്ങ വേണമെന്നും കൂടി പറഞ്ഞിട്ടാണ്. ചെത്തിയിട്ടുള്ളത് വേണമെന്നാണ് ആളുടെ ഇത്. അപ്പോൾ ചെത്തുമാങ്ങയും കൂടി ആയിട്ടുണ്ട്. ഇത്തിരി വേവും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കറുകറിവ് വേണ്ടമ്മ. ഇത്തിരി അച്ഛനെ ആളുടെ പല്ല് കെട്ടിച്ചിട്ടേ കട്ടിയുള്ള സാധനങ്ങളൊന്നും മോൾക്ക് കടിക്കാൻ പറ്റില്ല. അപ്പം ഇതാവുമ്പോൾ അങ്ങനെ അരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ആൾ അങ്ങനത്തെ അച്ചാറുണ്ടാക്കാൻ പറയുന്നത്. വേണ്ട അച്ചാർ റെഡിയായി നമ്മുടെ. പക്ഷെ ഇത് അരിഞ്ഞു പോവാതിരിക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി കേട്ടാ. അപ്പം അരിയില്ല. ഇനി നമ്മൾ പിന്നെ ഈ മാങ്ങയുടെ വെള്ളമൊക്കെ ഇതിൽ ഇറങ്ങി വരുമ്പോഴേ അത്യാവശ്യത്തിന് വെള്ളമാവും. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഒന്ന് വേവും. പക്ഷെ എനിക്ക് വേവാത്തതായിട്ട് ഇഷ്ടം. ഇങ്ങനെ എനിക്ക് കടിക്കുന്നതാണ് ഇഷ്ടം. അവൾക്ക് കടിക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മോളിതേ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ മറ്റെന്താ പറയുക പോർക്ക് ഉണ്ടാക്കാം. പഴം അതിൻ്റെ ഇങ്ങനെ അത്. അപ്പോൾ നമ്മളിതേ ഇന്നലെ വൈകുന്നേരം കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പയറുമണി.
ചാക്കിൻ്റെ അടിയിൽ കൊട്ടുമ്പോൾ ഇങ്ങനെ പയറുമണി വരും. എൻ്റെ ഭാഗ്യന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ അത്. ഞാനതപ്പോൾ അങ്ങോട്ട് പുറത്തയക്കാം നന്നാക്കി. എൻ്റെ 3 നാൾ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ ഇതിൻ്റെ മരോട്ടിച്ചാലിയിൽ നിന്ന് നന്നാക്കിയ പയർ മേടിച്ചോട് നോക്കുന്നു, ചോപ്പ പയർ. അപ്പോൾ അമ്മേനെ കാണില്ലേ. അപ്പോൾ എനിക്ക് പാവം തോന്നിയത്. അപ്പോൾ അമ്മ ഞാൻ അവിടെ വന്നിട്ടും ഈ കുക്കിങ് തന്നെയല്ലേ നന്നാക്കിയത് അവിടെ ആയാൽ പിന്നെ നന്നാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ഞാനത് വെച്ചില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. മോള് പിന്നെ ഞാൻ പോന്നപ്പോൾ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയറുമണി ഞാൻ എന്നിട്ട് നന്നാക്കി അങ്ങോട്ട് കൊടുത്തയക്കെന്ന് വിചാരിച്ചതാ. പക്ഷെ എനിക്കത് ഇന്നലെ ആ സമയം ഉണ്ടായില്ല. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു. അപ്പോൾ അതേ പയറുമണി നല്ല ചാക്കിൻ്റെ അടിയിൽ ഇങ്ങനെ അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ടൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഈ നല്ല നല്ല പഴുത്ത മണികളൊക്കെ ഇങ്ങനെ കൊഴിയും. അപ്പോൾ അതിൽ വരുന്ന ആ അടിയിലത്തെ ഞാൻ പറയും കളയണ്ട. പിന്നെ അതിൽ പൊട്ടിയതും പൊളിഞ്ഞതും ഇതൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ വീടുകളിലേക്ക് കൊടുക്കുക. പൊട്ടിയതൊന്നും അധികം എടുക്കില്ല. പിന്നെ ചിലപ്പോൾ ഇത് അന്ന് വന്നതായാലും നല്ല പഴുത്തതും അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ മണികളായിരിക്കും അതിൻ്റെ ഉള്ളിലും. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇന്നലെ ഞാനും അച്ഛനും മോളൊക്കെ കൂടി ഇങ്ങനെ നന്നാക്കി ക്ലീനാക്കി എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ അതേ മോളെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ അച്ചാർ ഇതേ റെഡി ആയിട്ടാ വെന്തു തിളച്ചൊക്കെ വന്നു. എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാവുക കാണുമ്പോൾ. ഉപ്പ് നോക്കട്ടെ ഞാൻ. ചാറിൽ നല്ല ഉപ്പുണ്ട്. പക്ഷേ മാങ്ങയിൽ കുടിക്കുമ്പോൾ എനിക്ക് കുറയും തോന്നുന്നു. ലേശം കൂടി നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇടണ്ടാന്ന്. അത് രസം ഉണ്ടാവില്ല. മര്യാദക്ക് വന്നില്ലേ. അയാൾക്ക് ഉപ്പ് ഇഷ്ടല്ലേ. ഉപ്പല്ലാത്തൊരു ഉപ്പാന്ന് പറയാ. ഞങ്ങൾക്കാണെങ്കിൽ ഇതിന് ഉപ്പ് കൂടുതലാ. അവർക്ക് ഇത്ര കാലം വലിയ കുഴപ്പമുണ്ടാകുന്നില്ല. 20 കൊല്ലം കഴിഞ്ഞപ്പോഴും ഉപ്പ് കൂടി തുടങ്ങി. ഉപ്പിൽ തന്നെയാണ് എല്ലാവർക്കും ഉപ്പിലുള്ളവർ തന്നെയാണ്. കട്ട് തിന്ന പോലെയാ പോർക്കൊക്കെ കറി വെച്ച. പിന്നെ പോർക്കിറച്ചിയിലെ പണിയാട്ടാ. ഒരു ഉള്ളി സബോളില്ല മോനെ. ഉള്ളി സബോളും കൂടിയിട്ടാ. അപ്പോൾ നമ്മൾ ഒരുവിധമായി വന്നത് കേട്ടോ. ഉള്ളി നന്നായി ഇങ്ങനെ മൊരിഞ്ഞതിന് ശേഷം ഡ്രൈ ആയി എടുക്കാനാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇങ്ങനെ ഇത്തിരി കൂടി എരിവിന് ഇട്ട് കൊടുക്കുന്നത് നന്നായി. ആ കാശ്മീരി ചില്ലിയൊക്കെ വേണം മോനെ ഇടാം. പിന്നെ കുത്തുമുളകാട്ടോ നമ്മളിടുന്നത്. കുത്തി ചതച്ച മുളകില്ലേ, ഇഞ്ചി ചതച്ചതാണ്, വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ പച്ചമുളകും. അച്ചാർ കഴിച്ച് നോക്കുമോനെ. അപ്പോൾ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കാശ്മീരി ഇട്ട് കൊടുക്കാൻ തന്നെ. നല്ല പുളിയുള്ള മാങ്ങയത്. അതിന് ഇത്തിരി മധുരമുള്ള മാങ്ങ എടുക്കണം. ചെറിയ മധുരമുള്ള മാങ്ങയായാലേ നല്ല രസമാണ്. ചെറിയ മധുരമല്ല, ഈ പുളി ഇത്തിരി കുറയണ ഒരു സമയമുണ്ട് മാങ്ങിയിട്ട്. ചെനച്ചത് എനിക്ക് അതാ ഇഷ്ടം. അത് പുളിച്ചിട്ട് പുളി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. പുളി ഇഷ്ടമില്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിയാവും. മസാല ഇട്ടിട്ടില്ല നമ്മൾ കൂടി ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ വളരെ കുറവാണ് കേട്ടോ ചേർക്കുക. കുറേ മസാലയൊക്കെ ചേർന്നാലേ നമുക്കത് അങ്ങ് മട്ടയ്ക്കും. ഈ ബാക്കി ചേർന്ന വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞു കേട്ടാ. നെയ്യൊക്കെയാണേ. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു വന്നപ്പോൾ ഇറച്ചി പകുതി ആയിട്ടാ. പുറത്തിറച്ചിയിലേക്ക് നല്ലോണം വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാ. അപ്പം അതിനൊരു വേറെ മണമാണ് വരിക. അയ്യോ വേപ്പില ചേർത്തിട്ടില്ല കേട്ടാ. വേപ്പില ചേർത്ത് കൊടുക്കട്ടെ. അപ്പം നല്ല പച്ച കളറായിട്ട് കളിക്കട്ടെ. പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഒന്നുകൂടി തുടക്കി തന്നെ മോനെ. പാട് നല്ല വൃത്തിയാവും. നന്നായി ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നല്ല രസം. തീ കുറച്ച് കത്തിക്കണം കേട്ടാ. നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലതേ. നായം പോലെ ഇരുന്ന് വലിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ പറക്കിയാണ് തിന്നാം. അപ്പം നമ്മുടെ ഈ ഒരു കറി വെന്തു. ഇന്നേ ഇപ്പം നമ്മുടെ പയറ് ദേ അല്ല എന്ത് വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. അവരും കൂടി ഒന്ന് ശരിയാക്കിയ ചേഞ്ചട്ടിയാ. കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ കേട്ടോ. അത് ഉപയോഗിക്കാൻ ഒരു ഭംഗിയില്ലാത്തതാ. വിചാരിക്കുന്നതിന് വേഗം കഴിയും. വേപ്പല പൊട്ടിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞു.
കുത്തുപൊടി തന്നെയാട്ടോ നമ്മളിവിടെ. പയറൊക്കെ ഈ കുത്തുപൊടിയിലാണ് നമ്മൾ കാച്ചുള്ളൂ. ഇത് ലേശം മുളകും പൊടി ഇട്ട് കൊടുക്കും. ഒട്ടും വെള്ളം വറ്റിയിട്ടാ. ഞാനൊരു കുണ്ട് വെള്ളത്തോട് കൂടി കാച്ചിട്ട് ഇതിലിട്ട് വലിയിക്കുകയാണ് ചെയ്യുക. ഇത് ഇരുന്ന് വെള്ളം പറ്റിയില്ല. നല്ല ടേസ്റ്റുള്ള പയറാട്ടം അങ്ങനെ രസം രൂപയായിരുന്നു. ഇങ്ങനത്തെ നല്ല പച്ചയല്ല. നമ്മളെപ്പോഴും ഉണങ്ങിയത് ഒരു വാടിക്കൊക്കെയല്ല വയ്ക്കാറ്. ഇങ്ങനത്തെ പയർ കൂട്ടാൻ എന്തായാലും ചിലവുണ്ടാവും. കടയിലൊന്നും ഈ പച്ചപ്പയർ നമുക്ക് പലപ്പോഴും വെക്കാൻ പറ്റാറില്ല. ഞാൻ ഒരുവിധം വാടുമ്പോൾ തിരുമ്മി എടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ വെക്കുന്നത്? അങ്ങനെ പറ്റുക. ഈ ഒടി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല തിരക്കുള്ള നേരമാണേ. പിന്നെ തലേദിവസം നേരം ഉണ്ടാവില്ല. 5 മണി വരെ അവർ ചേച്ചിയും ബിന്ദും പോണ വരയ്ക്ക് 5 മണി വരയ്ക്കും അവർക്ക് ജോലി ഉണ്ടാവും. പിന്നെ അവരോട് എപ്പോഴേ പറയുന്നത് നന്നാക്കി വയ്ക്കാൻ. സുജമോന്തി അവിടെ പാത്രങ്ങൾ കഴുകൊണ്ടിരിക്കട്ടാ. അതാണ് ഈ സൗണ്ട് കേൾക്കണേ. പാത്രം കഴുകൽ നല്ല പണിയാണേ. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെ വെച്ചാൽ പാത്രം കഴുകലാ വലിയ പണി. അടുക്കള വൃത്തിയാക്കലും പാത്രം കഴുകലും നല്ല പണി തന്നെയാണ്. കുക്കിങ്ങൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്ത് തീർക്കും. അതാവുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവും. നാളുമൊക്കെ അങ്ങനെയാ. എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് അടുക്കള വലിയ അടുക്കളയും ക്ലിയറാക്കി വരുമ്പോഴേക്കും കുറഞ്ഞ തീരെ വെച്ചിട്ടാട്ടോ അത് ചെയ്യണേ. അതാണ് സൗണ്ടൊന്നും ഇല്ലാത്ത. അല്ലെങ്കിലേ കരിഞ്ഞ് കർപ്പണാവും. പേര് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോള് ദേ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞത് അലക്കലിക്ക് പോയിട്ടാ. ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി അലക്കലാ. അതാന്ന് തോന്നുന്നുണ്ട്. ആരും ചെയ്യില്ല അത്. അപ്പോൾ ആളൊക്കെ ചെയ്യലാത്. അപ്പോൾ അത് ആളെ ഓടിച്ചത് ചെയ്യും. ആളുടെ പണിയല്ലേ. ഇതേ ഇവിടെ ദേ ഒക്കെ തോരിട്ട് ഉണങ്ങിയതൊക്കെ ദേ ഒക്കെ നിറഞ്ഞു കിടക്കാറുന്നേ. കുറേയൊക്കെ ഇവിടെയൊക്കെ കൊണ്ട് അപ്പുറത്ത് കുറേ ഉണ്ണിമോള് കൊണ്ടിട്ടുണ്ട്. കുറേ കസാരയിൽ ഉണ്ണിമോളുടെ കിടക്ക തലോടെയൊക്കെ ഇട്ടത് ഒക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ നനവല്ല ഒരു ഈർപ്പം തട്ടിയിട്ട് ഇങ്ങനെ ഒരു സുഖല്യ ആൾക്ക് കിടക്കാൻ. കല്യാണം കഴിഞ്ഞാലും കുഞ്ഞു ആളുടെ പണി അലക്ക. അപ്പൊ ആൾക്കത് ഇഷ്ടമില്ലാതെ അലക്കാൻ. ഞാൻ വിചാരിച്ചു ഇഷ്ടാതാ. എനിക്ക് അലക്കാൻ ഇഷ്ടം തന്നെയാട്ടാ. അലക്കി ഊരിപ്പിഴിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് ഇടുമ്പോ നല്ല ഇഷ്ടമാണ്. കാലത്ത് തന്നെ എൻ്റെ ആദ്യം ചെയ്യണപടി പണ്ട് അലക്കൽ മാത്രം ആൾക്കുള്ളൂ. ആദ്യമൊക്കെ ഇവിടെ നിൽക്കണ സമയത്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അല്ലാട്ടാ. സ്കൂളിൽ പോയി കഴിഞ്ഞ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ചുണ്ടല്ലോ. അതുവരെ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് അങ്ങനെ പണിയൊന്നും അടുപ്പിച്ചിട്ടില്ല. പഠിക്കുന്ന കാലത്തൊന്നും മിറ്റടിച്ച് വരും. അത്ര തന്നെയുള്ളൂ. പിന്നെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ വല്ലതും അവർ വന്നൊന്നും നോക്കും എന്നല്ലാണ്ട് അങ്ങനെ പണിയിച്ചിട്ടൊന്നുമില്ല. ഞാൻ മുളകുകളൊക്കെ കുരുടിച്ച് ആകെ ഇതായിട്ട് നിൽക്കുക. അപ്പോൾ കുറച്ചുകൊണ്ട് വെട്ടിക്കളയാൻ വെച്ചിട്ടാണ്. കുറച്ചങ്ങോട്ടൊന്ന് കാട് കളയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. പാമ്പുകൾ വന്ന് കടിക്കുവേ. അതാ പാമ്പ് കടിച്ച് മരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ചെടികൾ വെച്ചോടുന്നതാ. ഒക്കെ പോയി. ചെടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ചോപ്പ പൂണ്ടാവുന്നില്ലേ. അതിങ്ങനെ അലിയായിട്ട് നിൽക്കുന്ന കാണാനായാലും നല്ല ഭംഗിയാണ്. അത് കാരണം ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നതാ. പക്ഷെ അതൊക്കെ പോയി. വേറെ വെക്കണം. കള്ളിച്ചെടി ഇതൊക്കെ നിറഞ്ഞിട്ടേ. മഷിത്തണ്ട് പിന്നെ തട്ടിൽ വൈന് കാക്കപ്പൂവാണ് നിറഞ്ഞു. വേണ്ട വലിച്ച് കളയാ ഞാൻ. ഓണത്തിന് നല്ലതാ. പക്ഷെ മറ്റേ ചെടി പൂവാണേ. നമ്മൾ വേറൊരു ചെടി വെച്ച് നോക്കണം കേട്ടാ. ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ ഒരു ചെടി വെക്കുന്നത്. നിറയെ പുഴുക്കേടും ഒച്ച എന്തൊക്കെയോ തിന്നത്. ഊരി പോകുന്നത്. നമ്മുടെ പയറ് അടുപ്പിന്റെ മുകളിൽ തുറന്നതാ. അപ്പൊ ദേ ആ പയറിനതേ ഇങ്ങനെയാക്കി എടുത്തുട്ടാ ഞാൻ. കുറച്ചുണ്ടായുള്ളൂ. എന്നാലും നല്ല പയറുമണി കണ്ട. തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ടാണ് വെക്കുള്ളൂ. അപ്പോഴാണ് നല്ല നമ്മൾ വാങ്ങിക്കുന്ന പയറിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന് വരിക. വേറൊരു ടേസ്റ്റാണ് വരിക. വാങ്ങിച്ച് ഉണക്കപ്പയർ വെക്കില്ലേ. ഇത് കടയിൽ വെച്ചാൽ നല്ല ഇഷ്ടം അവർക്ക് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഒന്നും ചിലവാവില്ല.
കുട്ടികളുള്ള കാരണം പിന്നെയും ചിലവാകും, അല്ലെങ്കിൽ തീരെ ചിലവാകില്ല. അപ്പം ഞാനൊക്കെ അങ്ങനെ ചെയ്ത് നേരം കിട്ടുമ്പോൾ കൂടി ഇരുന്നാണ് ചെയ്ത് കടയിൽ കൊണ്ടുപോയി ഞാൻ. അപ്പോഴേ ഇത്രയൊക്കെയാണ് അമ്മയുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നത് വരേക്കും ടാറ്റാ ബൈ.